SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. അറബിക് അധ്യാപക സംഗമം വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയമായി. അറബി ഭാഷാ പ്രചാരണ രംഗത്തും ഭാഷയെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിലും സ്കൂളുകളിലെ മറ്റു പരിപാടികളിലും അറബി അധ്യാപകർ കാണിക്കുന്ന ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും IT രംഗത്തെ ഇടപെടലുകളും ശ്ലാഘനീയമാണെന്ന് താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV ശ്രീജ അഭിപ്രായപ്പെട്ടു. അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് കോംപ്ലക്സ് താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ സംഘടിപ്പിച്ച അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. DPC റിയോൺ ആന്റണി ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് LP UP ഹൈസ്കൂളിലെ പ്രത്യേകമായ പാഠഭാഗം എടുത്തുകൊണ്ട് ക്ലാസ്സുകളിൽ അവതരിപ്പിക്കേണ്ട ഒരു ഡിസ്കോഴ്സ് നമ്മളിൽ തന്നെയുള്ള 3 അധ്യാപകന്മാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. എല്ലാവരും സശ്രദ്ധം നിരീക്ഷിക്കണം. ആദ്യത്തെ സെഷൻ ആ ഒരു പഠന സെഷനോടെ സ്കൂളിലെ പുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം ഇന്ന് നമുക്ക് ഒരു അറബിക് ഇന്ററാക്ഷൻ സെഷൻ ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട്. അറബിക് സ്പോക്കൺ കോഴ്സ് കാരണം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആർക്കും അറിയില്ല. നമ്മളവിടെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളവിടെ വളർന്നുകൊണ്ട് നമുക്ക് അറബിക്കിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. അറബി ഭാഷ സംസാരിക്കാൻ അറിയുന്ന ഒരാള് ജോലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അറബി സംസാരിക്കുക എന്നുള്ളത് ഒരു ബോണസ് പോയിന്റ് ആണ്. അതിൽ 5,500 ദിർഹമാണ് സ്റ്റാർട്ടിംഗ് സാലറി. അല്ലെങ്കിൽ എന്താ 1,500, 1000, അതുകൊണ്ടൊക്കെ അവിടെ എന്താവാനാ? പക്ഷേ ഇന്ന് താനൂർ BPC റിയോൺ ആന്റണി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. IME ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. അബ്ദുസലാം പണിക്കരാട്ടിൽ, ഷിഹാബുദ്ദീൻ കാവപ്പുര, അൻസാർ കളിയാട്ടുമുക്ക്, അബ്ദുൽ നാസർ ചെറുമുക്ക് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. അറബി ഭാഷാ പ്രചരണ രംഗത്ത് സജീവരായ നിഹാദ സയ്യിദ്, നദ സയ്യിദ് എന്നീ ഇരട്ട സഹോദരിമാർ അറബി ഭാഷയിൽ സംവദിച്ചത് നവ്യാനുഭവമായി. ഉപജില്ലയിലെ LP മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള അധ്യാപകരാണ് വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയമായ സംഗമത്തിൽ പങ്കെടുത്തത്. അറബിക് അക്കാദമിക് കോംപ്ലക്സ് സെക്രട്ടറി KV ആസിഫ്, MA റഫീഖ്, അബ്ദുൾ റസാഖ് തെക്കയിൽ, CN മുജീബ് റഹ്മാൻ, P സഫീർ, ഫസൽ തങ്ങൾ, K അബ്ദുൽ വഹാബ്, A മുഹമ്മദ്, N അനസ് ബാബു, VT ലത്തീഫ്, AT ഇസ്മായിൽ, CM അസ്മ, C നൌഷിദ, VVN നവാസ്, P റസൽ അസ്ലം, KP ഫൈസൽ വിവിധ സെഷനുകളിൽ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ 2025-2026 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ബ്രാഞ്ചസ് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8075764120 79026380001 994665304.